ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ആറ്റുകാൽ പൊങ്കാല സ്പെഷ്യലായിട്ട് നല്ല രുചിയിൽ തെരളിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതിനു വേണ്ടി നമുക്ക് അരിപ്പൊടി വേണം. വറുത്ത അരിപ്പൊടി, ചെറിയ തരിയോട് കൂടിയുള്ള അരിപ്പൊടി, അതായത് പുട്ടിൻ്റെ പൊടി. 250 ml കപ്പിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. 200 ഗ്രാം അരിപ്പൊടിയുണ്ട്. ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ശർക്കര ചീകിയതെടുത്തിട്ടുണ്ട്. 125 ഗ്രാം എടുത്തിട്ടുണ്ട്. 200 ഗ്രാം അരിപ്പൊടിക്ക് 125 ഗ്രാം ശർക്കര ചീകിയത്, ഇല്ലെങ്കിൽ ശർക്കര പൊടിച്ചതുണ്ടല്ലോ, മേടിക്കാൻ കിട്ടും, അതായാലും മതി. അത് ഒരു 3/4 കപ്പൊക്കെ ഉണ്ട്. ഇട്ട് കൊടുക്കാം. പിന്നെ 1.5 കപ്പ് തേങ്ങ കൂടുതൽ എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ കൂടുതൽ വേണ്ട. ഇനി ഇതിലോട്ട് പഴം ചേർക്കണം. ഞാനിപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ചേർത്തിട്ട് പറയാം എത്ര ആവശ്യമുണ്ടെന്ന്. അതിൻ്റെ പരുവ് അനുസരിച്ച് നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. നോർമലായിട്ട് തെരളിയപ്പത്തിന് പാളയംകോടൻ പഴമാണ് എടുക്കാറ്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ കുഴപ്പമില്ല, കദളിപ്പഴവോ അല്ലെങ്കിൽ ഞാലിപ്പൂവനോ അങ്ങനെ ഏതെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഞാലിപ്പൂവൻ എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഈ പഴം അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അരിയണമെന്ന് നിർബന്ധമൊന്നുമില്ല, മുഴുവനായിട്ട് ഇട്ടിട്ട് നല്ലതായിട്ട് ഞെരടിയാലും മതി. പിന്നെ 1/4 ടീസ്പൂൺ തൊട്ട് ഒരു 1/2 ടീസ്പൂൺ വരെ ഏലക്കാപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണും പിന്നെ ഒരു നുള്ളും കൂടി ഇട്ടിട്ടുണ്ട്. ഏലക്ക ഇച്ചിരി പഞ്ചസാര ചേർത്ത് പൊടിച്ചത്. 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ ശർക്കര കുറച്ച് ക്ലീനായിട്ടുള്ളത് വേണം എടുക്കാൻ. നമ്മൾ പൊങ്കാലയ്ക്കൊക്കെ ചെയ്യുമ്പോൾ ഉരുക്കി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. വീട്ടിൽ ചെയ്യുമ്പോൾ ഉരുക്കി എടുക്കാം. അപ്പം ക്ലീനായിട്ടുള്ള ശർക്കര ഒന്ന് ചെയ്തെടുക്കണം. ഇതിപ്പം നല്ലതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് കുഴക്കണം. ഒരുപാടങ്ങ് കട്ടിയാവരുത്, എന്നാൽ ഒരുപാടങ്ങ് ലൂസും ആവരുത്. ഈ ഒരു രീതിയിൽ. ഇപ്പോൾ ഇതിലോട്ട് 2 പഴം ചേർക്കേണ്ട ആവശ്യമുള്ളൂ. 2 പഴം ചേർക്കുമ്പോഴേ കറക്റ്റായിട്ട് കിട്ടും. വെള്ളമൊന്നും ചേർത്ത് കുഴക്കണ്ട. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് വഴനയില അല്ലെങ്കിൽ തെരളിയിലയിലാണ് ഉണ്ടാക്കുന്നത്. ഭക്ഷണയിലെന്നും പറയും. ഇതിലുണ്ടാക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഞാൻ ചക്കയപ്പത്തിൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഇലയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇല കുറച്ചൊന്ന് വാടിയതാണ്. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഇത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ പൊങ്കാലയ്ക്ക് ചെയ്യുമ്പോൾ ഫ്രഷായിട്ടുള്ള ഇല നല്ലതായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് യൂസ് ചെയ്യണം. നോർമലായിട്ട് വീട്ടിലുണ്ടാക്കാനാണെങ്കിൽ കുഴപ്പമില്ല, ഈ ഇലയായാലും കുഴപ്പമില്ല. അപ്പോൾ ഉണ്ടാക്കി എടുക്കുമ്പോൾ മണത്തിനൊന്നും ഒരു കുറവുമില്ല, നല്ല മണം തന്നെ ആയിരിക്കും. അപ്പോൾ ഒന്ന് ഉണ്ടാക്കുമ്പോൾ ഫ്രഷായിട്ടുള്ള ഇല എടുക്കണം. അപ്പോൾ കുറച്ച് മാവ് എടുക്കണം. ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ഇലയുടെ ഒരു സൈഡ് വെച്ച് കൊടുക്കാം. നല്ലതായിട്ട് ഇതുപോലെ മടക്കണം. തിരിച്ചും അത്രയും തന്നെ മാവെടുക്കാം. ഇവിടെ വെച്ചിട്ട് ഇത് ഇങ്ങനെ ആക്കിയെടുക്കണം. അപ്പോൾ 2 എണ്ണം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പൊങ്കാലയ്ക്ക് മാല പോലെ പുറത്ത് ചെയ്യുന്നുണ്ട്. അതല്ലാതെ സെപ്പറേറ്റ് ഓരോന്നായിട്ട് നമുക്ക് വെക്കാം. മാല പോലെ ചെയ്യുവാണെങ്കിൽ ഒരു പച്ചീർക്കൽ എടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു കുരുക്കിടണം, റിങ് പോലെ. എന്നിട്ട് അതിൻ്റെ ആ കൂർത്ത വശമുണ്ടല്ലോ, അത് ഇതിലോട്ട് ഇങ്ങനെ കുത്തി മാല പോലെ ആക്കിയെടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എൻ്റെ കയ്യിൽ പച്ചീർക്കലില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നേ ഉള്ളൂ. അതുപോലെ കുമ്പിൾ കുത്തി നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ മാല പോലെ അല്ല ചെയ്യുന്നെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് ഈർക്കിൽ കുത്തി ഇങ്ങനെ വെക്കുക. ഞാനിപ്പോൾ ഒരു ടൂത്ത് പിക്കാണ് വെക്കുന്നത്. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ കുമ്പിൾ കുത്തിയാണ് ചെയ്യുന്നതെങ്കിൽ അല്ല, ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ കുത്തിയിട്ട് മാവ് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ അറ്റം കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതല്ല ഇങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈർക്കിൽ കുമ്പിൾ കുത്തിയിട്ട് നിറച്ച് കൊടുത്താലും മതി. ഇതുപോലെ നോർമലായിട്ട് കുമ്പിൾ കുത്തിയിട്ട് ഈർക്കിലുകൊണ്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യണം. ഇതുപോലെ ചെയ്തിട്ട് ഇങ്ങനെ നിറച്ച് കൊടുത്താലും മതി. ഇതിപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരളവിൽ 14 തെരളിയപ്പത്തിനുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ സ്റ്റീമറിൽ വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് 20 തൊട്ട് ഒരു 25 മിനിറ്റ് വരെ ഒന്ന് വേവിക്കണം. ഇതിപ്പം വെന്തിട്ടുണ്ട്. ഞാനിപ്പം 25 മിനിറ്റ് നേരം വെച്ചായിരുന്നു. നല്ല മണവും രുചിയുള്ളൊരു തെരളിയപ്പം ഇത്. നല്ല സോഫ്റ്റായിട്ടുള്ള തെരളിയപ്പം ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.